Good afternoon. Today we are going to discuss a new topic, conversation. Conversation, it is an interactive communication between two or more people that is called conversation. അപ്പോൾ conversation എന്ന് പറയുന്നത് it is an interactive communication ആണ് between two or more people. അപ്പോൾ interactive ആണ്. Interactive means speaker and receiver has to contribute alike. അല്ലേ? അപ്പോൾ ഒരേ രൂപത്തിൽ അവർ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് എ വൺ വേ കമ്മ്യൂണിക്കേഷൻ. ഇത് കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ല. ലിസണർ ആൻഡ് സ്പീക്കർ ക്യാൻ കോൺട്രിബ്യൂട്ട് അലൈക്ക്, ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഓൾ പാർട്ടിസിപ്പൻസ് ക്യാൻ കോൺട്രിബ്യൂട്ട് അലൈക്ക്, നോ സ്പെസിഫൈഡ് ടൈം, പ്ലേസ് ആൻഡ് അജണ്ട അല്ലെ. അപ്പൊ ഒരു കോൺവെർസേഷൻ എവിടെ നടക്കാം. ഇപ്പൊ നമ്മള് അങ്ങനെ ഒരു സ്പെസിഫൈഡ് ടൈമോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്ലേസോ ഒന്നുമില്ല അല്ലെ. കോൺവെർസേഷൻ പറയുന്ന സമയത്ത് ടു ഓർ മോർ പീപ്പിൾ എവിടുന്ന് എപ്പം കാണുന്നുവോ അവിടുന്നൊക്കെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്, കോൺവെർസേഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സുകൾ തമ്മിലുള്ള സംസാരങ്ങളാവാം, അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ട് ഓഫീസേഴ്സ് തമ്മിൽ മീറ്റ് ചെയ്യുന്നതാവാം, എംപ്ലോയീസും മാനേജറും തമ്മിലുള്ളതാവാം അല്ലെ. അപ്പൊ ഏത് രൂപത്തിലുള്ള ഒരു എക്സ്ചേഞ്ച് അല്ലെ എന്താവാം, കോൺവെർസേഷൻ ആവാം. ഇവിടെ കോൺവെർസേഷന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇന്ററാക്റ്റീവ് ആണ് എന്നുള്ളതാണ്. ഇതാണ് മറ്റ് സ്പീച്ച് ഇവന്റ്സിൽ നിന്നൊക്കെ എന്തിനെ വ്യത്യാസപ്പെടുത്തുന്നത്, കോൺവെർസേഷനെ വ്യത്യാസപ്പെടുത്താനുള്ള കാരണം ഇന്ററാക്റ്റീവ് ആണ്. സ്പീക്കർക്കും ലിസണേഴ്സിനും അല്ലെ, സ്പീക്കേഴ്സും ലിസണേഴ്സിനും ഒരേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഒരേ സമയം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കൺവെൻഷൻസ് ഓഫ് കോൺവെർസേഷൻ. എന്തൊക്കെയാണ് കോൺവെർസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് ഇതിന്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ബി പൊളൈറ്റ് ആൻഡ് കോപ്പറേറ്റീവ്. അപ്പം ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്, കൺവെൻഷൻ ആണ്, നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു റൂളാണ് എന്ത്, ബി പൊളൈറ്റ് ആൻഡ് കോപ്പറേറ്റീവ് അല്ലെ. വി ഹാവ് ടു ബി പൊളൈറ്റ് ആയിരിക്കണം, നമ്മൾ കേർട്ടസി കീപ്പ് ചെയ്യണം അല്ലെ. ആളുകളോട് മോശമായ റൂഡായിട്ട് ബിഹേവ് ചെയ്യാൻ പാടില്ല അല്ലെ. പൊളൈറ്റ് ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ, ആളുകൾ റെസ്പെക്ട് ചെയ്യണം അല്ലെ. ദ കോൺവെർസേഷൻ ഈസ് ദ ആക്ട് ഓഫ് എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ടു. There it is very important to cooperate and respect each other for a successful communication. അപ്പോൾ കോൺവെർസേഷൻ ഉണ്ടായിരിക്കേണ്ട ഫസ്റ്റ് റൂൾ ആണ് എന്ത്, ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി ആണ് ബി പൊളൈറ്റ് ആൻഡ് കോപ്പറേറ്റീവ് അല്ലെ. പരസ്പരം കോപ്പറേറ്റ് ചെയ്യണം, പരസ്പരം റെസ്പെക്ട് ചെയ്യണം, ആര് തമ്മിൽ, കോൺവെർസേഷൻ നടത്തുന്ന ആളുകൾ തമ്മിൽ. മറ്റൊന്നാണ് adjacency pair അല്ലെ. adjacency pair എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് കോൺവെർസേഷൻ ആണ്. adjacency pair means it is a unit of conversation ആണ് അല്ലെ. അതും ആര്, പ്രൊഡ്യൂസ്ഡ് ബൈ ടു സ്പീക്കേഴ്സ് അല്ലെ. അപ്പൊ ലിസണറും അതുപോലെ തന്നെ സ്പീക്കറും തമ്മിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എ യൂണിറ്റ് ഓഫ് കോൺവെർസേഷൻ ആണ്. അപ്പൊ എന്താ യൂണിറ്റ് എന്ന് പറയുന്നത്, ഇൻ എ കോൺവെർസേഷൻ there will be different units like greeting, question and answer, കോംപ്ലിമെന്റിങ് അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ആളുകൾ തമ്മിൽ ഒരു കോൺവെർസേഷൻ ഏർപ്പെടാം അല്ലെ. അപ്പൊ നമ്മൾ ഗ്രീറ്റ് ചെയ്യാറുണ്ട്, ഹായ് അല്ലെ, ഹലോ അല്ലെ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ഹൗ ആർ യു, ഐ ആം ഫൈൻ അല്ലെ. ഇത് ഒരു അഡ്ജസൻസി പെയർ ആണ്, ഒരു യൂണിറ്റ് ആണ്. ഹൗ ആർ യു, ഐ ആം ഫൈൻ അല്ലെ, ഹായ്, ഹലോ അല്ലെ. നമ്മൾ ഗ്രീറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഗ്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യന് അതിന്റെ ആൻസർ അല്ലെ, ഗ്രീറ്റ് ചെയ്യുക, ആ ഗ്രീറ്റിംഗിനുള്ള റീപ്ലൈ, ഇങ്ങനെ വരുന്ന ഈ ഓരോ സെക്ഷന്, ഗ്രീറ്റിംഗ് ആണെങ്കിൽ ഒരു ഗ്രീറ്റിംഗ് എന്ത് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുക, അതിനുള്ളൊരു മറുപടി, അതൊരു യൂണിറ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ആ ക്വസ്റ്റ്യനുള്ള ഒരു റീപ്ലൈ, അത് രണ്ടാമത്തെ യൂണിറ്റ് അല്ലെ. ഇങ്ങനെ വരുന്ന യൂണിറ്റുകൾ എവിടെ ഉണ്ടായിരിക്കും, കോൺവെർസേഷൻ ഉണ്ടായിരിക്കും. അപ്പം കോൺവെർസേഷൻ ഉണ്ടായിരിക്കേണ്ട മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ആണ് എന്തെന്ന് പറയുന്നത്, adjacency pair അല്ലെ. adjacency pair is a unit of conversation produced by two speakers. In a conversation there will be different units like greeting, question and answer, complimenting, etc. Okay, closing and opening അല്ലെ. മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് ഏത്, ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ് അല്ലെ. അപ്പൊ ഒരു കോൺവെർസേഷൻ ആണോ, there will be a particular opening. നമ്മൾ തമ്മിൽ സംസാര കോൺവെർസേഷൻ തുടങ്ങുകയാണെങ്കിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു എൻഡിങ് ഉണ്ടായിരിക്കും
അതെങ്ങനെയൊക്കെയാണ് നോക്കുന്നത്? ദിസ് ഈസ് നോട്ട് എ ഗുഡ് പ്രാക്ടീസ് ടു ഓപ്പൺ ആൻഡ് ക്ലോസ് എ കോൺവെർസേഷൻ അബ്രപ്റ്റ്ലി ഓർ ഇമ്മീഡിയറ്റ്ലി. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അബ്രപ്റ്റ് ആവാൻ പാടില്ല, ഇമ്മീഡിയറ്റ് ആവാൻ പാടില്ല. പെട്ടെന്ന് ഒരിക്കലും നമ്മൾ ഓപ്പൺ ചെയ്യാനും പാടില്ല, അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാനും പാടില്ല. അല്ലെ? എങ്ങനെ നമുക്ക് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ നമുക്ക് എൻഡ് ചെയ്യണം? ദർ ഇസ് എ റൂൾ. അല്ലെ? ദർ ഇസ് എ പെർട്ടിക്കുലർ പ്രാക്ടീസസ്, പ്രാക്ടീസുകൾ അല്ലെങ്കിൽ പ്രാക്ടീസ് ഉണ്ട്. എങ്ങനെയൊക്കെയാണ്? യൂഷ്വലി വി ഓപ്പൺ ഓർ സ്റ്റാർട്ട് എ കോൺവെർസേഷൻ വിത്ത് എ ഗ്രീറ്റിംഗ്, റിക്വസ്റ്റ്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ, സ്റ്റേറ്റ്മെന്റ് ഓർ റെസ്പോൺസ്. അല്ലെ? സാധാരണ ഗതിയിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഗ്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു കോൺവെർസേഷൻ ഓപ്പൺ ചെയ്യാറ്. അല്ലെ? ഇൻസ്റ്റെഡ് ഓഫ് ആൻ അബ്രപ്റ്റ് എൻഡിങ് യു ക്യാൻ എൻഡ് ദി കോൺവെർസേഷൻ വിത്ത് ഫ്യൂച്ചർ പ്ലാൻ ഓർ മേക്കിംഗ് എ പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ ദെയർ എക്സ്ചേഞ്ച്. അപ്പൊ അതുപോലെ തന്നെ ഒരു കോൺവെർസേഷൻ നമ്മൾ എൻഡ് ചെയ്യുകയാണെങ്കിലും ക്ലോസ് ചെയ്യുകയാണെങ്കിലും എന്തെങ്കിലും ഒരു പോസിറ്റീവ്, അല്ലെ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ് ഉണ്ടാവേണ്ടത്. അല്ലെ? അതും ഒരു ഫ്യൂച്ചർ പ്ലാൻ കൊണ്ടോ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. ടോപ്പിക് ഡെവലപ്മെന്റ്, അനദർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് ടോപ്പിക് ഡെവലപ്മെന്റ് ആണ്. ഇപ്പൊ ഒരു കോൺവെർസേഷൻ ആണ്, നമ്മളൊരു ഡിസ്കഷൻ, അല്ലെ, കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തു, അല്ലെ? അപ്പൊ അവിടെ നോക്കി നിങ്ങൾ, ടോപ്പിക് ഡെവലപ്മെന്റ് ഈസ് അനദർ ആസ്പെക്ട് ഓഫ് എ കോൺവെർസേഷൻ. There will be strategies for selecting, introducing, developing the topic and ചേഞ്ചിങ് ഈ ടോപ്പിക്. അല്ലെ? അപ്പോൾ ഒരു സ്ട്രാറ്റജീസ് ഉണ്ട്, എങ്ങനെ ടോപ്പിക് സെലക്ട് ചെയ്യണം, എങ്ങനെ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അതുപോലെ ടോപ്പിക്കിന് എങ്ങനെ നമ്മൾ അഡീഷണലി എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്ത് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അതുപോലെ തന്നെ ടോപ്പിക് ഏത് രൂപത്തിലായിരിക്കണം ചേഞ്ച് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എന്തുണ്ട് സ്ട്രാറ്റജീസ് ഉണ്ട്, നമ്മൾ ഉപയോഗിക്കേണ്ട രീതികളുണ്ട്. അല്ലെ? ദ മീനിങ് ആൻഡ് കൊഹിയറന്റ് കോൺവെർസേഷൻ ഓൾവേസ് ഫോളോസ് റെസ്പെക്ട് സെർട്ടൈൻ നോംസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ നമ്മൾ ടോപ്പിക് ഡെവലപ്പ് ചെയ്യാണ്, കോൺവെർസേഷൻ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ആ സബ്ജക്റ്റ് ആണെങ്കിൽ അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നതിന് there are certain rules and regulation. There are certain norms and rules. ആ norms regulations നമ്മൾ എന്ത് ചെയ്യണം? We have to follow. Turn taking. Conversation is an act evolving two or more people. അപ്പോൾ ടേൺ ടേക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരു കോൺവെർസേഷൻ. ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ടാളുകൾ തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച് ആണ്, അല്ലെ? അപ്പൊ നോക്കി നിങ്ങൾ, ഈച്ച് പാർട്ടിസിപ്പന്റ് ഹാസ് ടു ടേക്ക് ദെയർ ഓപ്പർച്യൂണിറ്റി ഓർ ടേൺ ടു ടോക്ക്. അതിനപ്പൊ ടേൺ ടേക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കോൺവെർസേഷൻ നടക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് എക്സ്ചേഞ്ച് ആണ് ബിറ്റ്വീൻ ടു, അല്ലെ? അപ്പൊ ഓരോ ആളുകളും അവരുടെ ടേൺ എടുക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഡിസ്കഷൻ വന്നു കഴിഞ്ഞാൽ അതിന് ആൻസർ ആര് കൊടുത്തോളണം? സെക്കൻഡ് പേഴ്സൺ കൊടുത്തോളണം, അല്ലെ? അപ്പൊ ഓരോ ആളുകളും എന്ത് ചെയ്യണം? ഈച്ച് പാർട്ടിസിപ്പന്റ് ഹാസ് ടു ടേക്ക് ദെയർ ഓപ്പർച്യൂണിറ്റി ഓർ ടേൺ ടു ടോക്ക്. Turn taking means each participant has to talk when his turn comes. This is also governed by, അല്ലെ? അപ്പൊ ഇതും ഏതടാ? ഈ ഒരു ടേൺ ടേക്കിംഗ്, അല്ലെ? This is governed by turn taking norms which would say who talks when, how long, അല്ലെ? അപ്പൊ ഈ ഒരു കോൺവെർസേഷനിലും എന്തുണ്ട്? കോൺവെർസേഷൻ ആണെങ്കിൽ ആര് എപ്പോ ഏത് രൂപത്തിൽ എത്രത്തോളം സംസാരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ എന്തുണ്ട്? There are certain റൂൾസ് ഉണ്ട്, നോംസ് ഉണ്ട്. നെക്സ്റ്റ് നോക്കാം, ദ 6 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഫീച്ചർ ആണ്. നോക്കി, റിപ്പയർ ഈസ് എ process by which the speaker realizes the error and repeat what has been said with some correction. റിപ്പയർ ഉണ്ടായിരിക്കും. റിപ്പയർ എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പയർ ചെയ്യപ്പെടാ മിസ്റ്റേക്ക് വരുന്ന സമയത്ത്, എറേഴ്സ് വരുന്ന സമയത്താണ് നമ്മൾ റിപ്പയർ ചെയ്യുന്നത്. സെയിം വേ റിപ്പയർ ഈസ് എ പ്രോസസ് ആണ് ബൈ വിച്ച് സ്പീക്കർ റിയലൈസസ് ദി എറർ, അല്ലെ? സ്പീക്കർ കോൺവെർസേഷനിൽ അല്ലെ സംസാരിക്കുന്ന സമയത്ത് ഒരു എറർ റിയലൈസ് ചെയ്തു, മനസ്സിലായി, അല്ലെ? അപ്പൊ അഗെയിൻ ഹി ഹാസ് ടു റിപ്പീറ്റ് ഇറ്റ്, അല്ലെ? റിപ്പീറ്റ് ചെയ്യണതായിട്ട് വരുന്നുണ്ട് വിത്ത് സം കറക്ഷൻ, അല്ലെ? ആ മിസ്റ്റേക്ക് എന്താണോ പറ്റിയിട്ടുള്ളത് അത് കറക്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? അതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ റിപ്പയർ മേ ബി ഇനിഷ്യേറ്റഡ് ബൈ either speaker or the listener. ആ എറേഴ്സ്, മിസ്റ്റേക്ക് ചിലപ്പോൾ ആര് തന്നെ ഐഡന്റിഫൈ ചെയ്യും? സംടൈം ദ സ്പീക്കർ ഇറ്റ് സെൽഫ് ഐഡന്റിഫൈസ്, അല്ലെ? അല്ലെങ്കിൽ ആര് ഐഡന്റിഫൈ ചെയ്യും? ലിസണർ, അല്ലെ? ലിസണർ മെൻഷൻ ചെയ്യുന്ന സമയത്തായിരിക്കും മിസ്റ്റേക്ക് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെ? ദിസ് ഈസ് ദ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് കൺവെൻഷൻസ് ഓഫ് മീനിങ്ഫുൾ കമ്മ്യൂണിക്കേഷൻ.
കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇത്രയാണ് ഏത് characteristics and conventions of conversation. First one, we have to be polite and cooperative. മറ്റൊന്ന് adjacency pair ഉണ്ടായിരിക്കും. തേർഡ് വൺ ഒരു പർട്ടിക്കുലർ ക്ലോസിങ്ങും അതുപോലെ തന്നെ ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ടോപ്പിക് ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കും. ദാറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദി എങ്ങനെ സെർട്ടൈൻ നോംസ് ആൻഡ് റൂൾസ്. അതുപോലെ തന്നെ ടേൺ ടേക്കിംഗ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റിപ്പയർ ഉണ്ടായിരിക്കും. എവിടെ? ഈ കോൺവെർസേഷന്റെ. ഇതൊക്കെയാണ് കോൺവെർസേഷന്റെ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കൺവെൻഷൻസ്. ഓക്കെ, ബൈ.